പക്ഷിപ്പനി ഭീതിയിലാണ് തിരുവല്ല നിരണം ഫാമിലെ താറാവുകളെ ഉടൻ കൊല്ലും. മരുന്ന് നൽകി കൊന്ന ശേഷം ഗ്യാസ് ക്രിമറ്റോറിയത്തിൽ കത്തിക്കും. ഫാമിലെ 4500 താറാവുകളെയാണ് കൊല്ലുന്നത്. എല്ലാ ഡക്കുകളെയും അത് കള്ളിങ്ങിന് വിധേയമാക്കുക എന്നുള്ള രീതിയിലുള്ള പ്രൊസീജിയർ രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 5 RRT ടീമിനെയാണ് ഇവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അത് റൊട്ടേഷൻ ബേസിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തവണ നമ്മൾ ചെയ്യുന്നത് ഡക്കുകളെ കള്ളി ചെയ്യുമ്പോഴത്തേന് ഗ്യാസ് ചേമ്പർ വഴിയുള്ള ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. സോ ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പുകയും കാര്യങ്ങളും മിനിമം ആക്കാനും പ്രോസസ്സ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്യാസ് ചേമ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. CK അഭിലാൽ വിവരങ്ങളുമായുണ്ട്. അഭിലാൽ, പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടല്ലേ അവിടെ? ഒന്ന് പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, പക്ഷേ അതിനപ്പുറത്തേക്ക് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപരിഹാരം അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയുള്ളതായിരിക്കുമല്ലോ അവരുടെ കുറച്ചുകൂടി ആദ്യം. അങ്ങനെയുള്ള കാര്യങ്ങളിലും എങ്ങനെയാണ്? തിരുവല്ല നിരണം ഫാമിലെ താറാവുകളെ ഉടൻ കൊല്ലും. ഇതാ അവിടെ പ്രവർത്തകരൊക്കെ തന്നെയും എത്തിയിട്ടുണ്ട്. മരുന്ന് നൽകി ഏറെക്കുറെ 1500ഓളം വരുന്ന കുഞ്ഞുങ്ങളടക്കം 4000ഓളം താറാവുകളെയാണ് നശിപ്പിക്കുക. ഇതിന് ഏറെക്കുറെ 2 ദിവസം വേണ്ടി വരുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം കണക്കാക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിന് വേണ്ടി മൃഗസംരക്ഷണ വകുപ്പ് RRTയുടെ പ്രത്യേക സംഘാംഗങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. ഇവർ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക. മരുന്ന് നൽകി കൊന്ന ശേഷം ഇവയെ ഗ്യാസ് ചേമ്പറിൽ വെച്ചായിരിക്കും കത്തിക്കുക. ഏറെക്കുറെ 2 ദിവസം കൊണ്ട് പ്രവർത്തികൾ പൂർത്തിയാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനുശേഷമായിരിക്കും ഈ ഫാമിന് ചുറ്റുപാടുമുള്ള ഏറെക്കുറെ 1 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പക്ഷികളെ കൊന്നെടുക്കാനുള്ള പ്രവർത്തികൾ ആരംഭിക്കുക. ആശാ വർക്കർമാർ ഇപ്പോൾ വളർത്തു പക്ഷികളുടെ കണക്ക് എടുത്തു വരികയാണ്. ഏറെക്കുറെ ഒരാഴ്ച കൊണ്ട് ഈ മേഖലയിലെ വളർത്തുപക്ഷികളെ മുഴുവൻ കൊന്നെടുക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. അതേസമയം തന്നെ ഈ പ്രദേശത്ത് 1 കിലോമീറ്റർ ചുറ്റളവ് എന്നുള്ളത് വൈറസ് ബാധിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 10 കിലോമീറ്റർ ചുറ്റളവ് എന്നുള്ളത് നിരീക്ഷണ മേഖലയുമാണ്. 1 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശത്തു നിന്ന് പക്ഷികളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുട്ടയുടെയും താറാവിൻ്റെ മാംസ വിൽപ്പനയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത്